നമസ്കാരം. വിമൻ ടോക്ക് ടൈമിലെ മൈൻഡ് കോച്ച് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ ജോർജ് മാത്യു സാറാണ്. സാറിലെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സർ, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവൻ്റെ അവസാനത്തെ ചിന്ത ഉണ്ടാവുമല്ലോ, അതെങ്ങോട്ടായിരിക്കും പോവുക? ഈ ചിന്ത എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലും പോകുന്ന ഒരു സാധനമല്ല. മനുഷ്യരും ജീവനുള്ളതൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചിന്ത എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഉത്തരം പറയാൻ ഒക്കാത്ത ഒരു ചോദ്യമാണ്. ഇപ്പോൾ വെളിച്ചം എവിടെയെങ്കിലും ഒന്ന് തട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ്. കണ്ണാടിയാണെങ്കിലേ തിരിച്ചു പോവുള്ളൂ, മറ്റേ എനർജി അവിടെ അങ്ങ് തീരുകയാണ്. പിന്നെ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആ ആത്മാവിന് തോന്നുവാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുമോ? കാരണം ഇത്രയും നാളും അത് ഒരു ആത്മാവും ഒരു ശരീരവും കൂടെ ചേർന്നാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് പെട്ടെന്ന് ആ ശരീരം മരിക്കുന്നു. ആ ശരീരം മരിക്കുമ്പോൾ ആത്മാവിന് തോന്നുക, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെയാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? അതോ ഒരു വെപ്രാളം പോലെ വല്ലതും ആ ആത്മാവിനുണ്ടാവുമോ? അത് ശുദ്ധബോധം ഈ ടൈമിലും സ്പേസിലും കൂടെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. മറ്റേതൊരു വ്യക്തിയല്ല, മറ്റേതൊരു പ്രൊജക്ഷനാണ്. പ്യുവർ കോൺഷ്യസ്നെസ്സിൽ വരുന്ന ഒരു പ്രൊജക്ഷനാണ്. അപ്പോൾ പ്രൊജക്ഷൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമല്ല. ഒരു വ്യക്തിക്കാണ് ചിന്തയുള്ളത്. അതുകൊണ്ട് ഒരു ശരീരം മരിച്ചതിന് ശേഷം പിന്നെ അത് എങ്ങനെയാണ് ആ പ്രൊജക്ഷൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതെങ്ങനെ ഒരു പൊട്ടൻഷ്യലായിട്ട് നിലനിൽക്കുന്നേ ഉള്ളതോ അതോ അതിന് ചലനമുണ്ടോ ചിന്തയുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ വ്യക്തിയുടേതായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും ഒന്നും തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് പ്രകൃതത്തിലുള്ളതാണ്. അതെ അതെ അതെ. പിന്നെ ഒരു സംശയം ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു യാത്ര പോയി തിരിച്ചു വന്നു. നമ്മൾ വേറെ മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ പറയാം, ഇന്ന സ്ഥലത്ത് ഞാൻ കംബോഡിയയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ശ്രീലങ്കയിൽ പോയി എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, ഞാൻ പറയുന്നത് വഴിയാണ് ഇപ്പോൾ സാറിനാണേലും അറിയുന്നത്. പക്ഷെ ഞാൻ അവിടെ പോയിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി എൻ്റെ പാസ്പോർട്ട് കാണിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് കാണിച്ചാൽ അങ്ങനെ ആയിരിക്കും അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത്തരം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ വാ തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എവിടെ ഏത് ലെയറിൽ എക്സിസ്റ്റ് ചെയ്യും? ഒരു സംഭവം നടന്നു എന്നുള്ളത് ഏത് ലെയറിൽ എക്സിസ്റ്റ് ചെയ്യപ്പെടും? ചരിത്രത്തിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ലോകം ഉണ്ടായ അന്ന് തൊട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് ചരിത്രം എന്ന് പറയുന്നത്. അത് എഴുതി വെച്ചിട്ടുള്ള ചരിത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിന് ആകാശിക് റെക്കോർഡ്സ് എന്നൊക്കെ ചിലർ പേര് പറയുന്നുണ്ട്. അത് എവിടെയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഫിസിക്കൽ സ്പേസിലല്ല. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പൊ ആ ആള് മരണപ്പെടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ എവിടെ നിന്ന് അത് മനസ്സിലാവും? ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ റിമൈനിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സൂക്ഷിക്കുന്നത് അവരുടെ ഓർമ്മകളിലൂടെ പോയിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. അതുണ്ട്. അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളോ, അല്ലെങ്കിൽ അവരുപയോഗിച്ച സാധനങ്ങളോ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഫോട്ടോസോ, ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് അവരുടെ ഓർമ്മകളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയോ തന്നെത്താനെ ജനിച്ച് തന്നെത്താനെ വളർന്ന ഒരു മനുഷ്യൻ, എന്തായാലും മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് മാത്രം വളർന്നു വന്നൊരാൾ, അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരാൾ മരണപ്പെട്ട അയാളുടെ ആത്മാവ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇനി കാര്യങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ ഒരു പാരാസൈക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്
എല്ലാം സംഭവിക്കുന്നത് കോൺഷ്യസ്നെസ്സിലാണ്, ബോധത്തിലാണ്. ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ജനിക്കുന്നു, ഞാൻ ഇത്രയും വർഷം ജീവിച്ചു. അപ്പോൾ ഞാൻ അനുഭവിച്ചത് ഒരു ചരിത്രം. അപ്പോൾ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം ഇതേ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. പക്ഷേ അവരുടെ അനുഭവങ്ങളൊക്കെ വേറൊരു റെക്കോർഡാണ്. ഇത് തമ്മിൽ ഒരു ഒബ്ജക്റ്റീവ് കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കാം. ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു എന്ന് നമ്മൾ പറയുമായിരിക്കാം. പക്ഷേ അത് എൻ്റെ റെക്കോർഡ് വേറെ, അവരുടെ റെക്കോർഡ് വേറെ, ഒരേ വീട്ടിലാണെങ്കിൽ. കാരണം അപ്പം എൻ്റെ അനുഭവം എൻ്റെ മനസ്സിലൂടെ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. വേറൊരാളുടെ അനുഭവം അയാളുടെ മനസ്സിലൂടെയാണ്. അയാൾ കാണുന്ന കാഴ്ചകളും അയാളുടെ അനുഭവങ്ങളും അയാളുടെ റെസ്പോൺസുകളും എല്ലാം അയാളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ജീവിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന ചരിത്രവും ഹിസ്റ്ററിയും വേറൊരു ബീയിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചരിത്രവും ഒന്നാകണമെന്നില്ല. അതുപോലെ ഒരേ സ്ഥലത്താണെങ്കിൽ തന്നെ അത് തമ്മിലൊരു കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറും. ഫ്യൂച്ചർ ഇതേപോലെ പ്രിഡിറ്റർമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ലോകം ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ചരിത്രം പോലെ തന്നെയാണ് ഇന്ന് തൊട്ട് ലോകാവസാനം വരെയുള്ള സംഭവങ്ങൾ. അതും ഓരോ മനുഷ്യരുടെയും ഓരോ ജീവിയുടെയും അനുഭവം ഒന്നായിരിക്കണമെന്നില്ല. ഒരേ കാലഘട്ടത്തിൽ കൂടെ പോകുന്നത് ആണെങ്കിൽ പോലും. സാർ, ഈ പേടി എന്നുള്ളത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കാരണം ഇപ്പം മരണം തന്നെ, മനുഷ്യൻ മരിക്കുന്നു, ഒരു ജന്തു എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് തന്നെ അത് മരിക്കുന്നു. പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുഴിയെടുത്ത് അവരെ മൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മനുഷ്യനോട് അത്രയും ഒരു ഈസിനെസ് ഇല്ല. മനുഷ്യൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രേതമായിട്ടോ എന്തോ ഒരു ശക്തിയായിട്ടുണ്ടെന്നോ എന്തൊക്കെയോ തരത്തിലുള്ളൊരു പേടിയാണ്. അപ്പോൾ ആ പേടിയൊക്കെ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഈ പേടി അടിസ്ഥാനമായിട്ട് ഉണ്ടാകുന്നത് നമ്മളോടുള്ള തന്നെയുള്ള അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്. നമ്മൾ ഇല്ലാതാകുമോ എന്നുള്ള ഭയം ആണ് മരണഭയം എന്ന് പറയുന്നത്. ആ മരണഭയം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തരം പേടികളും ഉണ്ടാകുന്നത്. നമ്മുടെ ശരീര നാശം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക. പിന്നെ ഈ മൃഗങ്ങളെ മരിച്ചാലും അവയുടെ ആത്മാക്കൾ വരാറുണ്ട്, ചുറ്റി നടക്കാറുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ അനേക പേരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അയാൾ വളർത്തിയിട്ടുള്ള പട്ടികളെല്ലാം ഇപ്പോഴും അയാളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുണ്ട്. മരിച്ച പെറ്റ്സിന് ആഹാരം വെച്ചു കൊടുക്കുന്ന ആളുകളുമുണ്ട്. പിന്നെ ഈ മനുഷ്യരെ മരിച്ചു കഴിഞ്ഞാൽ ഭയം കൂടുതലുണ്ടാകാൻ കാരണം ഈ മനുഷ്യരാണ് നമ്മളെ ഉപദ്രവിക്കാൻ കൂടുതൽ സാധ്യത. നമ്മുടെ പെറ്റ്സ് നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിനുള്ള പൊട്ടൻഷ്യലും കുറവാണല്ലോ. മനുഷ്യർക്കാണ് കൂടുതൽ ഉപദ്രവിക്കാൻ കഴിവുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ ആത്മാക്കളെ അല്ലെങ്കിൽ പ്രേതങ്ങളെ ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ആത്മാവെന്ന് പറയുന്നത് ശരിക്കും അതിനൊരു നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ളൊരു നടക്കാനോ എടുക്കാനോ ഒന്നിനും കൊണ്ടൊരു ശക്തിയുള്ള ഒരു സാധനമല്ല. ലോജിക്കലായിട്ട് ആലോചിച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആളുകൾക്ക് പേടി കൂടുതലും മനുഷ്യരുടെ പ്രേതങ്ങളെയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മളെ ചുറ്റും ആത്മാക്കളുണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു ആ ഒരു വൈബ്രേഷനാണ് അതിൻ്റെ ഒരു സൈക്കിക്കാണ് എന്നൊക്കെ ഉള്ളത് സാർ പറഞ്ഞല്ലോ. അപ്പം നമ്മളത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് സാർ പറയുന്നത്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ അവർക്കും ഈ ഭൂമിയിൽ എല്ലാത്തിനും സ്ഥലമുണ്ടെന്ന് പറയുന്ന പോലെ അവരും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണോ? അവർ ഭൂമിയിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതോ നമ്മുടെ മനസ്സിലാണോ എന്നുള്ളത് തർക്ക വിഷയമാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു രൂപം കാണുന്നു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അവിടെ ഒബ്ജക്റ്റീവായിട്ടുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമല്ല. രണ്ട് രീതിയിലും സംഭവിക്കാമല്ലോ. രണ്ട് രീതിയിലും സംഭവിക്കാം. അതെ, അതാണ് അപ്പം നേരത്തെ പറഞ്ഞ ഫാലസീസ് വരുന്നത്.
നമ്മൾ ചിന്തിച്ചെടുക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ആ ഒരു ഇമേജസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്കീമേന്നും കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതും ഉണ്ടാവും, യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നതും ആയിരിക്കും. അതെ, പല രീതിയിൽ സംഭവിക്കാം. ഓക്കെ, ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച ജോർജ് മാത്യു സാറിന് ചാനലിൻ്റെയും എൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.